പൈതൃക ഗ്രാമമായ ആറന്മുളയുടെ പ്രകൃതിക്കും സംരക്ഷണമൊരുക്കിയാണ് മാധവ് ഗാഡ്ഗിൽ യാത്രയാകുന്നത്. ആറന്മുളയിൽ വിമാനത്താവളത്തിനെതിരെ നടന്ന പരിസ്ഥിതി സമരത്തിന് ദേശീയ മാനം നൽകാൻ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വവും സാന്നിധ്യവും വഴിവെച്ചു. ആറന്മുളയിലെത്തിയ ഗാഡ്ഗിലിനെ കരിങ്കൊടി കാട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് സ്വീകരിച്ചത്. വിടവാങ്ങുന്ന പരിസ്ഥിതിയുടെ പിതാവിനെ കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ് ആറന്മുളയുടെ മണ്ണ്. പ്രകൃതിയുടെ സംരക്ഷകൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം കൊളുത്തിയ ഓർമ്മകളുടെ ജ്വാല ഈ മണ്ണിൽ കെടാതെ തുടരും. ആറന്മുളയുടെ പ്രകൃതിക്ക് വിനാശം വിതറാൻ ആവിഷ്കരിച്ച വിമാനത്താവള പദ്ധതിക്കെതിരെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ മാധവ് ഗാഡ്ഗിൽ ഉണ്ടായിരുന്നു. പദ്ധതി നടപ്പിലായാൽ ഒരു നാടും അവിടുത്തെ പ്രകൃതിയും എങ്ങനെ ഇല്ലാതാവുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. പ്രായാധിക്യം ശരീരത്തെ തളർത്തിയിരുന്നെങ്കിലും പ്രകൃതിക്ക് വേണ്ടി പോരാടാൻ ആ മനസ്സൊരിക്കലും തളർന്നിരുന്നില്ല. സുഗതകുമാരി ടീച്ചറിന്റെ നിർദ്ദേശപ്രകാരം കുമ്മനം രാജശേഖരനാണ് മാധവ് ഗാഡ്ഗിലിനെ ആറന്മുളയിലേക്ക് ക്ഷണിച്ചത്. പത്തനംതിട്ട ജില്ലയിലുടനീളം അദ്ദേഹം യാത്ര ചെയ്തു. ആയിരക്കണക്കിന് ഏക്കർ പാട്ടശേഖരങ്ങൾ മണ്ണിട്ട് നിരത്തുന്നത് അദ്ദേഹം കണ്ണീരോടെ നോക്കി നിന്നു. ഗാഡ്ഗിൽ ആറന്മുളയിലെത്തിയ ദിവസം മാർക്സിസ്റ്റ് പാർട്ടി കരിദിനമായി ആചരിച്ചു. അദ്ദേഹം പോയ വഴികളിലെല്ലാം അവർ കരിങ്കൊടികൾ നാട്ടി. പിന്നീട് നേരിട്ട് കണ്ട സമയത്ത് ഗാഡ്ഗിൽ ഇക്കാര്യം ദുഃഖത്തോടെ സംസാരിച്ചിട്ടുണ്ടെന്ന് കുമ്മനം രാജശേഖരൻ ഓർക്കുന്നു. അന്ന് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം പലയിടങ്ങളിൽ യാത്ര ചെയ്തു. അന്നും അദ്ദേഹത്തെ വേദനിപ്പിച്ചൊരു കാഴ്ചയുണ്ട്. അദ്ദേഹം പോയ വഴികളെല്ലാം കരിങ്കുടികൾ കണ്ടു. അന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിദിനമായിട്ടാണ് ആചരിച്ചത്. അദ്ദേഹത്തെ ആ രീതിയിൽ വരവേറ്റത് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹം പലപ്പോഴും ഓർത്തിരുന്നു. ആറന്മുളയിലെത്തി ഏതാണ്ട് ആയിരക്കണക്കിന് ഏക്കർ വരുന്ന പാടശേഖരങ്ങൾ മണ്ണിട്ട് നിരത്തുന്ന അദ്ദേഹം നോക്കി നിന്ന് കണ്ടു. വളരെ ദുഃഖാർത്ഥനായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ പാടശേഖരങ്ങളിലേക്ക് അദ്ദേഹം മണിക്കൂറുകളോളം നിശബ്ദനായി നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. ഗാഡ്ഗിലിന്റെ ഇടപെടൽ ആറന്മുള പരിസ്ഥിതി സമരത്തിന് ദേശീയ ശ്രദ്ധ നൽകി. ധിഷണാശാലിയായ ഗാഡ്ഗിലിന്റെ നേതൃത്വം കൂടി കൈവന്നതോടെ ആറന്മുള സമരത്തിനു മുന്നിൽ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. ജീവിതം പ്രകൃതിയുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ച മഹാമനീഷി മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ആറന്മുളയുടെ മണ്ണും മനസ്സും നന്ദിയോടെ കണ്ണീരോടെ അഞ്ജലി അർപ്പിക്കുന്നു. ജനം, പത്തനംതിട്ട.